ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാമല്ലേ എന്താണ് ഇന്ന് എൻ്റെ വീഡിയോ എന്ന്. അതെ, എങ്ങനെയാണ് എൻ്റെ ഓണദിവസം പോയത്, എങ്ങനെയുണ്ടായിരുന്നു എന്നൊക്കെ പറയാനാണ് കേട്ടോ ഈ വീഡിയോ. അപ്പം പതിവ് പോലെ തന്നെ എല്ലാ ഓണത്തിലുള്ള പോലെ തന്നെ എല്ലാ അമ്മമാർക്കും സംഭവിക്കുന്നത് തന്നെ രാവിലെ തൊട്ട് ഉച്ചവരെ ഞാൻ അടുക്കള തന്നെയായിരുന്നു. അതിനിടയ്ക്ക് കറണ്ട് പോയി. ഒരു 3-4 മണിക്കൂർ കറണ്ട് ഇല്ലായിരുന്നു കേട്ടോ. ആകെ ഞാൻ വിഷമിച്ച് പോയി. എന്താണെങ്കിലും ഞാൻ പരിപാടി തീർത്തിട്ട് ഇറങ്ങണമെന്ന് ഞാനും കരുതി. കാരണം നമുക്കിന്ന് ഗൾഫിൻ്റെ വകയായിട്ടൊരു ഓണപ്പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, വീഡിയോ എടുക്കണം. അങ്ങനെ പപ്പ പിള്ളേർക്ക് കറിയൊക്കെ വിളമ്പി കൊടുത്തു, ഞാൻ ചോറൊക്കെ വിളമ്പി കൊടുത്തു കേട്ടോ. കുഞ്ഞാൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. ഒരു വളരെ എന്താണെന്നുള്ള രീതിയിൽ അങ്ങനെ ഇരിക്കുക. അത് മൂത്തയാൾ ഓരോന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, കഴിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. പക്ഷേ എക്സൈറ്റ്മെൻ്റ് ഒന്നും കുറേ നേരം നിന്നില്ല. അയാൾ എഴുന്നേറ്റ് പാട്ടിന് പോയി. അതുകൊണ്ട് ഞാൻ പിന്നെ ചോറ് വാരി കൊടുത്തു കേട്ടോ. അത് അങ്ങോട്ടും കയറി ഇങ്ങോട്ടും കയറി നോക്കി കുസൃതി കണ്ടോ, അങ്ങനെയുള്ളത് കഴിക്കുകയും ചെയ്തു. ഇതൊക്കെയാണ് നമ്മുടെ ചെറിയൊരു ഓണസദ്യ കേട്ടോ. അതായത് രാവിലെ തൊട്ട് ഉച്ച വരെ നിന്നതിൻ്റെ ഫലം. എല്ലാവർക്കും എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഓണം? മനോഹരമായിരുന്നു. അങ്ങനെ ഹസ്ബൻഡ് പറഞ്ഞു, നീ ഏതായാലും കഴിക്കാനിരിക്കുക, ഞാൻ വിളമ്പി തരാമെന്ന് പറഞ്ഞു. വീഡിയോ എടുക്കാൻ ഒരാൾ വേണമല്ലോ, വിളമ്പിക്കോ, ഞാൻ വീഡിയോ എടുത്തോളാമെന്ന് ഞാനും പറഞ്ഞു. കുഞ്ഞാൾ കഴിച്ച ചോറോടെ ഇരിപ്പുണ്ട്, അവൾ അത് കഴിച്ച് തീർത്തിട്ടില്ല, ഒട്ടും കഴിച്ചില്ല കേട്ടോ. എന്നാൽ പിന്നെ അത് കഴിച്ചോളാമെന്ന് ഞാൻ പറഞ്ഞു. നമ്മൾ ഉപ്പേരി വെക്കാൻ മറന്നു പോയായിരുന്നു കേട്ടോ. ആ മറവിയൊക്കെ ഇടയ്ക്ക് ഉണ്ടാവുമല്ലോ, മനുഷ്യനല്ലേ. അങ്ങനെ ഞാൻ ചോറൊക്കെ വിളമ്പി കൊടുത്തു. ഹസ്ബൻഡ് പിന്നെ കഴിച്ചു കേട്ടോ. ഞാൻ അവളുടെ ചോറും കഴിച്ചു, അതുപോലെ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. കുറച്ചങ്ങാണ്ടേ അവൾ കഴിച്ചുള്ളൂ. എന്താ നമ്മുടെ മൂത്തയാൾ ചോറ് കറിയൊക്കെ വിളമ്പി തരുന്ന കണ്ടോ. അവളിത് ക്ലേ വെച്ചുണ്ടാക്കിയ ഒരു സദ്യ കേട്ടോ, നല്ല രസമല്ലേ കാണാൻ. അപ്പം ഞാൻ ഓർത്തു, നമ്മുടെ കുടുംബാംഗം തന്നെയാണല്ലോ ബഗീരൻ, അവന് കൊടുക്കാം ഒരു ചെറിയ സദ്യ. അവന് പച്ചക്കറി ഒന്നും കാണാൻ മേല, എന്നാലും കുഴപ്പമില്ല. ഇച്ചിരി പരിപ്പൊഴിച്ചു, ചെറിയൊരു പപ്പടം വെച്ചു, ഇച്ചിരി തോരൻ വെച്ചു, നെയ്യ് ഒഴിച്ചു. അവൻ്റെ ഫുഡ് അതാണ് മെയിൻ, അതും വെച്ചു അരികിൽ. അപ്പോൾ ഇത് മ്യാവെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കർമ്മം വന്നു. അവനും കൊടുത്തു ചെറിയ സദ്യ, ഇച്ചിരി നെയ്യ് ഒഴിച്ചു, പിന്നെ ഇതേ കുറച്ച് ഫുഡും വെച്ചു. അവൻ കഴിച്ചു കേട്ടോ, അത്യാവശ്യമൊക്കെ കഴിച്ചു, വികരനും കഴിച്ചു. അങ്ങനെ ഇതേ ഓണത്തിൻ്റെ പരിപാടിക്ക് പോകുന്നത് എല്ലാം സമയം പോയെന്നേ. അവിടുത്തെ പൂക്കളെവിടെയും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ ഫീനിക്സ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിലുള്ള പരിപാടിയായിരുന്നു കേട്ടോ. അതിമനോഹരമായിരുന്നു. അങ്ങനെ ധൃതി പിടിച്ചുള്ള പോക്കാണ്. പോകുന്ന വഴിയിൽ ഇതേ കർബൂസിൻ്റെ സഹോദരൻ മഞ്ഞപ്പൂച്ച അവിടെ ഇരിക്കുന്നുണ്ട്. ഇതാണ് കേട്ടോ നമ്മളെ വീടിൻ്റെ താഴെക്കൂടെ പോകുമ്പോൾ കാണുന്ന ഒരു തോട്. ഇതിൻ്റെ സൈഡിൽ കൂടെ വേണം നമ്മൾ റോട്ടിലോട്ട് ഇറങ്ങാൻ. എനിക്ക് ഇതിൻ്റെ ഒച്ച കേൾക്കാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ. അങ്ങനെ റോഡിലേക്ക് ഇറങ്ങി. പിന്നെ നോക്കണ്ട, അടുത്തടുത്ത് ചെല്ലുന്തോറും അവിടുത്തെ പരിപാടിയുടെ ഒച്ച നന്നായിട്ട് കേൾക്കാം. ഇതിൻ്റെ ശബ്ദം വെച്ച് കഴിഞ്ഞാലേ കോപ്പിറൈറ്റ് അടിക്കും. മൊത്തം പാട്ടായിരുന്നു. ആളുകളൊക്കെ ഉണ്ട്. എനിക്കാകെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. ഇങ്ങനെ ഇറങ്ങിയിട്ട് അങ്ങനെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. അതെങ്ങനെയാണ്, സാധ്യമാണോ, എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ എന്നൊക്കെ. അപ്പോൾ നമ്മൾ ആദ്യത്തെ വീഡിയോക്കകത്ത് വന്ന പേരമ്മ ചെയ്തേ നിൽക്കുന്നു. അപ്പോൾ തന്നെ ഒരു ആശ്വാസമായി. വുമൺ ഫെലോഷിപ്പിൻ്റെ ഭാഗമായിട്ട് അവരുടെ ചായ കടി ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അവിടെ. ഞാൻ ഇങ്ങനെ പമ്മി നിന്നപ്പോൾ അവർ വന്ന് വീഡിയോ ഒക്കെ എടുക്കാൻ പറഞ്ഞ് എന്നെ വിളിച്ചു. ഉഴുന്നുവടയുണ്ട്, വാഴയ്ക്കാപ്പുളിയുണ്ട്, മുട്ട ബജ്ജിയുണ്ട്, മുളക് ബജ്ജിയുണ്ട്. പറയാതിരിക്കാൻ പറ്റുകയില്ല, അടിപൊളിയായിരുന്നു കേട്ടോ എല്ലാം. ഇതൊക്കെ നമ്മൾ കഴിക്കണമെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയ ടൗണിലോട്ട് പോകണം. ഇത് നമ്മുടെ ചേച്ചി, കൊച്ചമ്മ, നമ്മുടെ അമ്മച്ചിമാർ, ചേച്ചിമാരെല്ലാവരും ഉണ്ട്. അവർക്ക് കുഴപ്പമൊന്നുമില്ല, അവർ എന്നെ എൻകറേജ് ചെയ്തു വീഡിയോ എടുക്കാൻ. എനിക്കതൊരു വലിയ ആത്മബലം തന്നു കേട്ടോ, വീഡിയോ മുമ്പോട്ട് എടുക്കാൻ വേണ്ടി. അങ്ങനെയാണല്ലോ, പബ്ലിക്കായിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഇത്. അങ്ങനെ കുറേ നേരം അങ്ങനെ നിന്നു. ചെറിയതായിട്ട് മഴ തോന്നുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ ഗ്രൗണ്ടിലോട്ട് ചെല്ലുമ്പോൾ ഇതാണ് അവിടെ നടക്കുന്നത്. കുട്ടികളുടെ കുറേ പരിപാടിയെല്ലാം കഴിഞ്ഞു. പിന്നെ ബോൾ പാസിങ്,
ടയറിൻ്റെ അകത്തോടെ ഇങ്ങനെ ബോൾ കറക്റ്റായിട്ട് ഇടണം. എനിക്ക് എൻ്റെ ചെയ്യണമെന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ട് ഞാനങ്ങനെ കസേര ഇരുന്ന് കേട്ടോ. പിന്നെ അകത്തോട്ട് കയറി ഇതേ നമ്മൾ അത്തപ്പൂ ഇട്ടതിൻ്റെ വീഡിയോ എടുത്തു. ഫസ്റ്റ് സെക്കൻഡ് ഏതാണെന്നൊക്കെ ഒന്ന് ഓർമ്മ എനിക്കറിയില്ല. ഏതായാലും എല്ലാം 3 തന്നെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ, നല്ല ഭംഗിയായിരുന്നു. കുഞ്ഞിനെ അവിടെ നിർത്തിയിട്ട് ഫോട്ടോയൊക്കെ എടുത്തു. ഞാനോർത്ത് പിന്നെ എന്നെയും കൂടി എടുത്തേക്കാം എന്ന് വിചാരിച്ച് ഞാനും അവിടെ പോയി നിന്നു. പക്ഷേ ഇരുട്ടുണ്ടായിരുന്നു, എന്നാൽ ക്ലിയറായിട്ട് കിട്ടത്തില്ല. അങ്ങനെ ഞങ്ങളെ കാണാൻ വന്നപ്പോഴത്തേന് ഹസ്ബൻഡ് തപ്പി പിടിച്ച് വന്ന് എവിടെ പോയെന്നറിയാൻ വേണ്ടി. ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് കുറച്ച് നേരം നിന്ന്. അപ്പോൾ ഇത് നമ്മുടെ ഫ്രണ്ട് അവിടെ ഉണ്ട്. ഞാൻ അവളോട് പറഞ്ഞു, എടി നീ ബബിൾ ഊത്, ഞാൻ പൊട്ടിച്ചെടുക്കാമെന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അവൾക്ക് വീഡിയോയിൽ വരാൻ മടിയൊന്നുമില്ല കേട്ടോ, ചിലപ്പോഴല്ലേ എല്ലാവരെയും കാണുന്നുള്ളൂ. അങ്ങനെ അവളുമായിട്ട് വർത്തനൊക്കെ പറഞ്ഞ് അങ്ങനെ നിന്നു. ബബിളൊക്കെ എനിക്ക് പൊട്ടിച്ചു. വീഡിയോയിൽ വരാൻ താല്പര്യമില്ലാത്ത ഒരാൾക്ക് ഞാൻ വീഡിയോ എടുക്കാൻ ഫോണും കൊടുത്തു. കണ്ടു കഴിഞ്ഞ് പിന്നെ വർത്താനം തുടങ്ങിയാൽ നിർത്തുകയല്ലേ, ഒരുപാട് വർത്തമാനം പറയും. അത് കഴിഞ്ഞ് വെളിയിൽ അനൗൺസ്മെൻറ്റ് വന്നു, പരിപാടി തുടങ്ങുന്നു എന്ന് പറഞ്ഞ്. പിന്നെ അങ്ങോട്ട് പോയി കേട്ടോ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതേ നമ്മുടെ വുമൺസിൻ്റെ കസേരകളി മത്സരം കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ ചേട്ടന്മാരുടെ മെൻസിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഈ കസേരകളിക്ക് ഒരുപാട് പേര് വേണം, അപ്പോഴാണ് കാണാൻ രസം. ഇതിനെല്ലാം പാട്ടിട്ടിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് അതിന് ഈ വോയിസ് ഇടാൻ പറ്റത്തില്ല കേട്ടോ. അത് കഴിഞ്ഞത് അപ്പംകടി മത്സരം, ബണ്ണുകടി മത്സരം എന്ന് വേണമെങ്കിൽ പറയാം. ബണ്ണാണ് തൂക്കിയിട്ടേക്കുന്നത്. 2 ബാച്ചായിട്ടോ കേട്ടോ നടന്നത്. ഇമാറ് ചാട്ടം നോക്കിയിരുന്ന ആരാണ് എന്താ സമ്മാനം മേടിച്ചതെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. ഈ വീഡിയോ എടുത്തുകൊണ്ട് അങ്ങനെ നിന്നു. ഇതുണ്ട് പിള്ളേരും കൂടെ ഉണ്ട്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. എനിക്കാണ് ഇത്ര ക്ഷമയില്ല, ഞാനത് വലിച്ചു കുറച്ചുകൊണ്ട് പോയേനെ. അത് ഇപ്പോൾ നാരങ്ങ സ്പൂൺ മത്സരം കൂടുന്നുണ്ടോയെന്ന് ചോദിച്ചു. എൻ്റെ വീഡിയോ ഇടുമ്പോൾ എന്തെങ്കിലും എൻ്റെ കോൺട്രിബ്യൂഷൻ വേണ്ടേ, അങ്ങനെ ഞാനും കൂടി കേട്ടോ. സെക്കൻഡ് ഉണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ സഹോദരൻ്റെ കയ്യിൽ നിന്ന് സമ്മാനമൊക്കെ വേണ്ടി ഷേക്കാൻ്റൊക്കെ കൊടുത്ത് ഞാനങ്ങ് മാറി. ഇപ്പം കുറച്ച് കോൺഫിഡൻ്റൊക്കെ ആയി കേട്ടോ. അത് വെള്ളം കുടി മത്സരം, നമ്മുടെ കുട്ടികളുടെ വെള്ളം കുടി മത്സരം. ഞാനാണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് 1/2 മണിക്കൂർ എടുത്തു, അതും കരഞ്ഞ് ദുഃഖിച്ചുമൊക്കെ. ഇത് നോക്കിയേ, കണ്ടിട്ട് അത്ഭുതം തോന്നി. ഒന്നും അല്ല കേട്ടോ, ഇനിയും വെള്ളം കുടിക്കുന്നവരുണ്ട്. ഇതെൻ്റെ അമ്മാവനാണ് കേട്ടോ, എൻ്റെ അമ്മയുടെ ആങ്ങള. ഞാൻ ഒന്ന് വീഡിയോ എടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പോയി ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക. അനൗൺസ്മെൻ്റ് കേട്ടോ. ഈ ചേച്ചിയുടെ ശബ്ദം നല്ല രസമാണ് കേൾക്കാൻ. അങ്ങനെ ഇതേ അടുത്ത ബാച്ച് വന്ന് വെള്ളം കുടിക്കാൻ. കുട്ടികളുണ്ട്, വലിയവരുണ്ട്, എല്ലാവരും കൂടി ഒരുമിച്ചുള്ള ഒരു മത്സരം. ഇദ്ദേഹത്തെ അവതരിപ്പിക്കാൻ ആർക്കും പറ്റിയില്ല കേട്ടോ. 14 ഗ്ലാസ് വെള്ളം കുടിച്ച്. പിന്നെ അടുത്ത ബാച്ച് വന്നു, നമ്മുടെ വുമൺസിൻ്റെ പരിപാടി വന്നു, ചേച്ചിമാരുടെ. പിന്നെ ഇതുവരെ കാണാത്തൊരു, എനിക്ക് നേരത്തെ അറിയില്ലായിരുന്നു, ഉണ്ടായിരുന്നെന്നൊക്കെ പറയുന്നത്. ഇത് പിന്നെ ജംപ് സ്പീക്കിംഗ് എന്ന് പറയുന്നത്. ഇതിങ്ങനെ വലിച്ചെടുത്ത് കൊച്ചു കൂടിയിട്ടുണ്ട് കേട്ടോ അവൾ. അങ്ങനെ ഇരിക്കുമ്പോൾ തിരികത്തിക്ക് മത്സരം ഉണ്ടായിരുന്നു. എന്നോട് കൂടുന്നുണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരു തിരി എടുത്ത് എല്ലാം കത്തിക്കുന്ന പരിപാടി ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങ് കൂടി കേട്ടോ. പക്ഷേ നമ്മൾ ഇത് കൂട്ട് ഇത് എന്നാ പറയുന്നത്, തീപ്പെട്ടി കത്തിച്ചിട്ട് അത് തീരുന്ന വരെ എത്ര കൂടുതൽ കത്തിക്കുന്നു എന്നുള്ളതായിരുന്നു. എനിക്കറിയാൻ മേല, ഞാനങ്ങനെ നിന്നു. ഇതൊക്കെയാണ് നമ്മുടെ ചേട്ടന്മാരും ചേച്ചിമാരും സഹോദരന്മാരും സഹോദരിമാരും പിള്ളേരും ഒക്കെ കേട്ടോ, നമ്മുടെ നാട്ടിലെ ആളുകൾ. എല്ലാവരും കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. അങ്ങനെ ഞാനും കൂടി. ആദ്യം കത്തിച്ച് വന്നപ്പോൾ തന്നെ ഉണ്ടല്ലോ, ആ കതക് തുറന്ന് കിടക്കുമായിരുന്നു, അതിൻ്റെ കാറ്റിൽ കെട്ടുപോയി. പിന്നെ അതേ കമ്പ് കത്തിച്ച് അത് തീരുന്നവരെ കത്തിക്കാമെന്നായിരുന്നു കളി. എന്നറിയത്തില്ല, പണ്ടത്തെ പോലെ ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ വന്ന് നേരത്തെ ഞാൻ കയറില്ലായിരുന്നു. ഇപ്പോൾ ഭയങ്കര ആത്മബലമാണ്. ചാനൽ തുടങ്ങിയത് പിന്നെയാണോ എനിക്ക് സംശയമുണ്ട്. കണ്ടന്റ് ഉണ്ടാക്കണമല്ലോ.
അങ്ങനെ കത്തി തീർന്ന് വിരല എത്തുന്ന വരെ ഞാൻ പരിശ്രമിച്ചു കേട്ടോ. അങ്ങനെ വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും ഇതേ പിള്ളേരും മമ്മിയൊക്കെ അവിടെ ഇരിപ്പുണ്ട്. ഫ്രണ്ട്സൊക്കെ ആയിട്ട് വർത്തമാനം പറഞ്ഞിരിക്കുകയാണ് പിള്ളേർ. പിന്നെ അതിനുണ്ടായിരുന്നു കുഞ്ഞ് സമ്മാനം, സെക്കൻഡ് കിട്ടി. കൈപൊള്ളിയാൽ എന്താ സമ്മാനം കിട്ടിയില്ലേ. അവളിങ്ങനെ ഓരോരുത്തരുടെ കയ്യിൽ മാറി പടിയും മമ്മിയുടെ കൈ മാറി ഇരിപ്പാട്ടോ. കുറേ നേരം ആയില്ലേ. ഞാൻ ഓരോ പരിപാടിക്ക് പോകുമ്പോൾ ഹസ്ബൻഡും പിള്ളേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടവാ. നോക്കാനാരും ഇല്ലാതെ നമ്മുടെ പരിപാടി നടക്കില്ലല്ലോ. അങ്ങനെ അപ്പം അറിയുന്നതേ സൂചി നൂലും കുറക്കലുണ്ടെന്ന്. അത് എനിക്കാണ് ഒത്തിരി ഇഷ്ടമുള്ള പരിപാടിയാണ്. അതിനും ചാടിക്കയറി. അതിന് ഫസ്റ്റ് ഉണ്ട് കേട്ടോ. വെറുതെ കയറിയതായിരുന്നു രസത്തിന്. ഇതൊക്കെയല്ലേ സന്തോഷമല്ലേ. അങ്ങനെ ഏകദേശം പരിപാടിയൊക്കെ തീർന്നു. ഒരു 6 മണി 6:30 ആയി കേട്ടോ. അപ്പോൾ ഇത് ഒരു പരിപാടി ബാക്കിയുണ്ട്. ഇതുപോലെ ഈ ഗ്ലാസ്സിൽ ബലൂൺ വീർപ്പിച്ചിട്ട് ആ ഗ്ലാസ് ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ വെക്കണം അടിക്കടിക്ക്. എത്ര കൂടുതൽ വെക്കുന്നു അതായിരുന്നു പരിപാടി. കുറച്ച് നേരം കണ്ടോണ്ട് നിൽക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. സമയം പോയി, കൊച്ചിന് വിശക്കാൻ തുടങ്ങി, എനിക്ക് വിശക്കാൻ തുടങ്ങി, ക്ഷീണിച്ചു. അതുകൊണ്ട് പോകാമെന്ന് പറഞ്ഞ് മമ്മിയുടെ കടയിൽ നിന്ന് ഒരു പാലൊക്കെ മേടിച്ച് പിന്നെ മുമ്പോട്ടൊരു ഒറ്റപ്പോക്കായിരുന്നു. നാളെയുണ്ട് പരിപാടി. ഇതിൽ മനോഹരമായിട്ടുള്ള രസമുള്ള വഴക്കറ്റവും എൻ്റെ പൊന്നെ ചിരിച്ച് എനിക്ക് വയ്യ. നല്ല രസമായിരുന്നു. ഏതായാലും അത് അടുത്ത ദിവസം നിങ്ങളെ ഞാൻ വീഡിയോ ആയിട്ട് കാണിക്കുന്നുണ്ട്. എല്ലാം കാണണം കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ആ വീഡിയോ കൂടി 2 പാട്ട് കൂടി നിങ്ങൾ കണ്ടേ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ മറ്റേ വീഡിയോ കൂടി കാണാൻ വേണ്ടി ലൈക്കും കമൻറ്റും ഷെയറും പിന്നെ സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്തേരെ. സാധാരണക്കാരായ നമ്മുടെ ഓണ പരിപാടികളും കാര്യങ്ങളൊക്കെ കാണാം. അതുപോലെ നമ്മുടെ ഈ പരിപാടിയൊക്കെ നടത്തിയത് നമ്മുടെ നാട്ടിലെ ഫീനിക്സ് ക്ലബ്ബ് ആണ് കേട്ടോ. അവരുടെ ആഭിമുഖ്യത്തിലാണ്. ഏതായാലും വളരെ നന്നായിരുന്നു, വളരെ സന്തോഷമായിരുന്നു. അടുത്ത വീഡിയോ കാണുന്നതും വരെ ബൈ.